നമസ്കാരം, ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യുകെയിൽ കുടിയേറ്റക്കാർക്ക് സ്ഥിരതാമസ പദവിയായി ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ ലഭിക്കാൻ ആവശ്യമായ കാലാവധി 10 വർഷമാക്കി ഉയർത്താനുള്ള നിർദ്ദേശത്തിൽ എതിർപ്പുമായി ലേബർ എംപിമാർ. 5 വർഷത്തിൽ നിന്നും 10 വർഷമാക്കി ഉയർത്താനുള്ള നിർദ്ദേശം പുനഃപരിശോധിക്കണമെന്ന ആവശ്യവുമായി 80 ലേബർ എംപിമാർ രംഗത്ത്. റിഫോം യുകെയുടെ കടുത്ത കുടിയേറ്റ സമീപനം അനുകരിക്കാൻ ലേബർ പാർട്ടി ശ്രമിക്കരുതെന്ന ആവശ്യമുന്നയിച്ച് വിമത എംപിമാർ. ആന്റി ബെൻഹാം യുകെയുടെ തലപ്പത്തെത്തുമ്പോൾ നേരിടുന്ന ആദ്യ പ്രധാന വെല്ലുവിളി കുടിയേറ്റ നയത്തിലെ മാറ്റം. ഫ്രാൻസുമായുള്ള 1 in 1 out അഭയാർത്ഥി കരാർ സംരക്ഷണം വെട്ടിക്കുറച്ച ആഭ്യന്തരമന്ത്രി ഷബാന മഹ്മൂദിന്റെ തീരുമാനം നിയമവിരുദ്ധമെന്ന് ഹൈക്കോടതി. നിയമ നടപടികൾ ആരംഭിച്ചത് ഫ്രാൻസിലേക്ക് തിരിച്ചയക്കാൻ പട്ടികപ്പെടുത്തിയ 5 ചെറുബോട്ട് അഭയാർത്ഥികൾ. ഹർജിക്കാർ എറിത്രിയ സ്വദേശികളായ 4 പേരും സുഡാൻ സ്വദേശിയായ ഒരാളും. ചെറുബോട്ടുകൾ യുകെയിൽ എത്തുന്നവരിൽ, പ്രത്യേകിച്ച് ലിബിയ വഴി യാത്ര ചെയ്തവരിൽ പലരും മനുഷ്യക്കടത്തിന് ഇരയായിരിക്കാം എന്നതിനാൽ വിധിക്ക് വ്യാപക പ്രത്യാഘാതമുണ്ടാകും. സാമ്പത്തിക ക്രമക്കേട് വിവാദത്തെ തുടർന്ന് റിഫോം യുകെ നേതാവ് നൈജൽ ഫരാജ് എംപി സ്ഥാനം രാജിവെച്ചതോടെ ക്ലാക്ടൺ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നു. പാർലമെന്റൽ സ്ഥാപനങ്ങളല്ല, ക്ലാക്ടൺ വോട്ടർമാരാണ് തന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തേണ്ടതെന്ന നിലപാടുമായി എംപി സ്ഥാനം ഒഴിഞ്ഞത്. അതേ മണ്ഡലത്തിൽ വീണ്ടും മത്സരിക്കാൻ തീരുമാനിച്ച ഫരാജ്. വിവാദം തികച്ചും രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് ഫരാജും റിഫോം യുകെയും. തെരഞ്ഞെടുപ്പ് ഓഗസ്റ്റ് 13-ന്. US ഇറാൻ സംഘർഷം പുനരാരംഭിച്ചതോടെ ഭീഷണിയും തിരിച്ചടിയുമായി US-ഉം ഇറാനും. തന്നെ വധിക്കാൻ നോക്കിയാൽ ഇറാനിലേക്ക് 1000 മിസൈലുകൾ പായുമെന്നും തനിക്കെതിരെ വധശ്രമത്തിന് ഇറാൻ മുതിർന്നാൽ രാജ്യം കടുത്ത പ്രത്യാക്രമണം നേരിടേണ്ടി വരുമെന്നും ട്രംപിന്റെ കടുത്ത മുന്നറിയിപ്പ്. ഇറാന്റെ വധഭീഷണിയുടെ പട്ടികയിൽ താൻ 1-ാം സ്ഥാനത്തുണ്ടെന്നും എന്നാൽ ഉടനടി വധശ്രമം ഉണ്ടാകുമെന്ന തരത്തിൽ രഹസ്യാന്വേഷണ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല എന്നും ട്രംപ്. പശ്ചിമേഷ്യയിൽ സംഘർഷ സാഹചര്യം നിലനിൽക്കെ ഇറാനുമേൽ പുതിയ ഉപരോധം ഏർപ്പെടുത്തിയ അമേരിക്ക. അമേരിക്കയുടെ സാമ്പത്തിക വിലക്ക് ഇറാന്റെ പരമോന്നത നേതാവ് മുസ്തഫ ഖമേനിയുടെ പ്രധാന സാമ്പത്തിക സ്രോതസ്സായ അലി അൻസാരിന്റെയും മറ്റു 13 വ്യക്തികളെയും അവരുടെ സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ട് US ട്രഷറി ഡിപ്പാർട്ട്മെന്റ് പുതിയ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ച് ഇറാൻ ഭരണ നേതൃത്വത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ ഹോങ്കോങ്, UAE എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വിദേശ ഷെൽ കമ്പനികളും US ട്രഷറി വിഭാഗം കരിമ്പട്ടികയിൽപ്പെടുത്തി. അയോധ്യ ക്ഷേത്രക്കൊള്ളയിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ മൗനം ചർച്ചയാകുന്നു. കോൺഗ്രസിലും ഇന്ത്യ സഖ്യത്തിലും രാഹുൽ ഗാന്ധിക്കെതിരായ ചോദ്യശരങ്ങൾ ഉയർത്തിയ നേതാക്കൾ. വിഷയത്തിൽ പ്രതികരിക്കാതെ രാഹുൽ ഗാന്ധി. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ പകുതിയോളം വഴിപാടന ജീവനക്കാർ രാജിവെച്ചു. സംഭാവനക്കൊള്ള വിവാദമായതിന് പിന്നാലെ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് വഴിപാടന സ്ഥലത്ത് കനത്ത സുരക്ഷയും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയ സാഹചര്യത്തിലാണ് ജീവനക്കാരുടെ രാജി. കരൂർ ദുരന്തത്തിൽ മരണമടഞ്ഞവരുടെ കുടുംബത്തിൽപ്പെട്ട 31 പേരെ സർക്കാർ ജോലിയിൽ നിയമിച്ചുള്ള ഉത്തരവ് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് കൈമാറി. നിയമന ഉത്തരവ് ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് മുഖ്യമന്ത്രി വിജയ് നൽകിയത് ദുരന്തം നടന്ന് 9 മാസത്തിനു ശേഷം ആദ്യമായി കരൂർ സന്ദർശിച്ചപ്പോൾ. നിയമനത്തിന് അനുമതി നൽകിയ മദ്രാസ് ഹൈക്കോടതി ജോലി താൽക്കാലികമായിരിക്കുമെന്നും നിയമനം കോടതിയുടെ പരിശോധനയ്ക്ക് വിധേയമായിരിക്കുമെന്നും വ്യക്തമാക്കി. വിഴിഞ്ഞം ഓഹരി കൈമാറ്റ വിഷയത്തിൽ CPM-ൽ ഭിന്നതയില്ലെന്ന് TP രാമകൃഷ്ണൻ. ഓഹരി കൈമാറ്റത്തെ അനുകൂലിച്ച് സംസാരിച്ച EP-യുടെ പ്രതികരണം താൻ കണ്ടിട്ടില്ലെന്നും MSCക്ക് കരാർ നൽകുന്നതിലല്ല പ്രശ്നമെന്നും സർക്കാരിന്റെ അറിവും അനുമതിയും വേണമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. CPM-ലെ ഭിന്നാഭിപ്രായങ്ങൾ കടുത്ത അതൃപ്തിയിൽ പിണറായി വിജയൻ. നിലപാടിൽ മാറ്റമില്ലാതെ EP ജയരാജനും KK ശൈലജയും PK ശ്രീമതിയും. പാർട്ടിയിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല എന്ന സംഭവം വിവാദമാക്കേണ്ടതില്ല എന്നും തോമസ് ഐസക്. ദിവ്യ SIയെ മാറ്റിയതിൽ സർക്കാരിന് ഉദ്യോഗസ്ഥരെ മാറ്റാൻ അധികാരമുണ്ടെന്നും തോമസ് ഐസക്. വിഴിഞ്ഞം തുറമുഖത്ത് കരാർ വിരുദ്ധമായി GST തുക കൈവശപ്പെടുത്താൻ ശ്രമിച്ച അദാനി പോർട്ട്. കരാറിന് വിരുദ്ധമായി അദാനി പോർട്ട് കൈവശപ്പെടുത്തിയത് 85 കോടി രൂപ. കരാർ വ്യവസ്ഥാ ലംഘനത്തിന് 8 തവണ വിഴിഞ്ഞം കമ്പനി അദാനി പോർട്സിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ട് മറുപടി നൽകിയില്ല. കരാർ വ്യവസ്ഥാ ലംഘനത്തിന് അദാനി പോർട്സ് വിഴിഞ്ഞം തുറമുഖ കമ്പനി 15 കോടി രൂപ പിഴ ചുമത്തി. കരാറിന് വിരുദ്ധമായി തുറമുഖ കമ്പനി കരസ്ഥമാക്കിയ പണം 85 കോടി രൂപ തിരിച്ചുപിടിച്ച് ദിവ്യ SIR MD ആയിരിക്കെ GST നൽകിയ കരാറിന് വിരുദ്ധമായ നടപടിയെന്ന് CAG. നിർമ്മാണ പ്രവർത്തനത്തിന് GST വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അദാനി പോർട്ട്. വാർത്തകൾ വിശദമായി. യുകെയിൽ കുടിയേറ്റക്കാർക്ക് സ്ഥിരതാമസ പദവിയായ ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ ലഭിക്കാൻ ആവശ്യമായ കാലാവധി 5 വർഷത്തിൽ നിന്നും 10 വർഷമാക്കി ഉയർത്താനുള്ള നിർദ്ദേശത്തിനെതിരെ ലേബർ പാർട്ടിക്കുള്ളിൽ ശക്തമായ എതിർപ്പ്. ഏകദേശം 80 ലേബർ പാർട്ടി MPമാർ നിർദ്ദിഷ്ട മാറ്റം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്ത്. ആന്റി ബെൻഹാം പ്രധാനമന്ത്രിയാകാൻ ഒരുങ്ങുന്നതിനിടെ അദ്ദേഹം നേരിടേണ്ടി വരുന്ന ആദ്യത്തെ പ്രധാന ആഭ്യന്തര വെല്ലുവിളികളിലൊന്നായി കുടിയേറ്റ നയം മാറിയിരിക്കുകയാണ്. ആഭ്യന്തരമന്ത്രി ഷബാന മഹ്മൂദ് മുന്നോട്ട് വെച്ച നിർദ്ദേശപ്രകാരം ചില കുടിയേറ്റക്കാർക്ക് സ്ഥിരതാമസത്തിന് അർഹത നേടാനുള്ള അടിസ്ഥാന കാലാവധി 10 വർഷമായി ഉയർന്നേക്കും. തൊഴിൽ, നികുതി അടവ്, പൊതുസേവനത്തിനുള്ള സംഭാവന തുടങ്ങിയ മാനദണ്ഡങ്ങൾ പരിഗണിച്ച് ചിലർക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ സ്ഥിരതാമസം നേടാൻ അവസരം നൽകുന്ന
ഏൺഡ് സെറ്റിൽമെന്റ് സംവിധാനം പരിഗണനയിലുണ്ട്. റിഫോം യുകെയുടെ കടുത്ത കുടിയേറ്റ സമീപനം അനുകരിക്കാൻ ലേബർ പാർട്ടി ശ്രമിക്കരുതെന്നാണ് എതിർപ്പുയർത്തുന്ന എംപിമാരുടെ നിലപാട്. ഇതിനകം തന്നെ നിയമാനുസൃതമായി യുകെയിൽ താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നവരുടെ ജീവിത പദ്ധതികളെ പിന്നീടുള്ള നയംമാറ്റം ബാധിക്കരുതെന്നും അവർ ആവശ്യപ്പെടുന്നു. അതേസമയം നിർദ്ദേശം ഇതുവരെ അന്തിമ നിയമമായി മാറിയിട്ടില്ല. പുതിയ സർക്കാർ ഔദ്യോഗിക തീരുമാനം പ്രഖ്യാപിക്കുന്നതുവരെ നിലവിലുള്ള വിസ, സ്ഥിരതാമസ നിയമങ്ങളും ഹോം ഓഫീസ് മാർഗനിർദ്ദേശങ്ങളുമാണ് പ്രാബല്യത്തിലുള്ളത്. ഫ്രാൻസുമായുള്ള 1 in 1 out അഭയാർത്ഥി മടക്കയക്കൽ പദ്ധതി നടപ്പാക്കുന്നതിനായി മനുഷ്യക്കടത്തിന് ഇരയാക്കിയേക്കാമെന്ന് സംശയമുള്ളവർക്ക് സംരക്ഷണം കുറച്ച ആഭ്യന്തരമന്ത്രി ഷബാന മഹ്മൂദിന്റെ തീരുമാനം നിയമവിരുദ്ധമാണ് എന്ന് ഹൈക്കോടതി. ഫ്രാൻസിലേക്ക് തിരിച്ചയക്കാൻ പട്ടികപ്പെടുത്തിയ 5 ചെറുബോട്ട് അഭയാർത്ഥികളാണ് നിയമ നടപടി ആരംഭിച്ചത്. എറിത്രിയ സ്വദേശികളായ 4 പേരും സുഡാൻ സ്വദേശിയായ ഒരാളുമാണ് ഹർജിക്കാർ. മനുഷ്യക്കടത്ത് സംരക്ഷണം നിഷേധിക്കപ്പെട്ടാൽ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെടാനുള്ള അവകാശം ഒഴിവാക്കിയ മാർഗനിർദ്ദേശ മാറ്റമാണ് കേസിൽ ചോദ്യം ചെയ്യപ്പെട്ടത്. വെള്ളിയാഴ്ച പ്രസിദ്ധീകരിച്ച വിശദമായ വിധിയിൽ മാർഗനിർദ്ദേശം മാറ്റിയ ആഭ്യന്തരമന്ത്രിയുടെ തീരുമാനം നിയമവിരുദ്ധമാണ് എന്ന് ജസ്റ്റിസ് ഷെൽഡൻ വ്യക്തമാക്കി. എന്നാൽ 5 പേരുടെ കേസുകളിലും ആഭ്യന്തരമന്ത്രി എടുത്ത ചില വ്യക്തിഗത തീരുമാനങ്ങൾ നിയമപരമാണെന്നും കോടതി കണ്ടെത്തി. പുനഃപരിശോധന തടഞ്ഞ മാർഗനിർദ്ദേശം മാറ്റം 2 പേരുടെ കേസുകൾ നിർണായക സ്വാധീനം ചെലുത്തിയെന്നും കോടതി നിരീക്ഷിച്ചു. 5 പേർക്കും നിയമപരമായ വെല്ലുവിളി തുടരാൻ അനുമതി ലഭിച്ചു. ചെറുബോട്ടിൽ യുകെയിലെത്തുന്ന ഒരാളെ തിരികെ ഫ്രാൻസിലേക്ക് അയക്കുകയും പകരമായി ചാനൽ കടക്കാൻ ശ്രമിക്കാത്ത മറ്റൊരു അഭയാർത്ഥിയെ ഫ്രാൻസിൽ നിന്നും യുകെയിലെത്തിക്കുകയും ചെയ്യുന്നതാണ് പദ്ധതി. ഫ്രാൻസിൽ ചില വിദേശ മനുഷ്യക്കടത്ത് ഇരകൾക്ക് യുകെയിലേതിന് തുല്യമായ സംരക്ഷണം ലഭിക്കില്ലെന്ന തെളിവും കോടതിയിൽ സമർപ്പിക്കപ്പെട്ടു. റിഫോം യുകെ നേതാവ് നൈജൽ ഫരാജ് രാജിവെച്ചതിനെ തുടർന്ന് ക്ലാക്ടൺ മണ്ഡലത്തിൽ ഉപതിരഞ്ഞെടുപ്പ് ഓഗസ്റ്റ് 13 നടക്കും. തന്റെ സാമ്പത്തിക ഇടപാടുകളെയും ലഭിച്ച സമ്മാനങ്ങളെയും കുറിച്ച് വിവിധ അന്വേഷണങ്ങളും ചോദ്യങ്ങളും ഉയരുന്നതിനിടെയാണ് ഫരാജ് MP സ്ഥാനം ഒഴിഞ്ഞ് അതേ മണ്ഡലത്തിൽ വീണ്ടും മത്സരിക്കാൻ തീരുമാനമെടുത്തത്. പാർലമെന്റിലെ സ്ഥാപനങ്ങളല്ല, ക്ലാക്ടണിലെ വോട്ടർമാരാണ് തന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തേണ്ടതെന്നാണ് ഫരാജിന്റെ നിലപാട്. റിഫോം യുകെക്ക് ലഭിച്ച സംഭാവനകളുമായി ബന്ധപ്പെട്ട് പരിശോധനകൾ തുടരുന്നതായാണ് റിപ്പോർട്ടുകൾ. രാഷ്ട്രീയ സംഭാവനകളുടെ യഥാർത്ഥ ഉറവിടം മറച്ചുവെക്കുണ്ടോ എന്നും തെറ്റായ വിവരങ്ങൾ നൽകിയിട്ടുണ്ടോ എന്നുമാണ് പരിശോധിച്ചു വരുന്നത്. ഫരാജിന് ലഭിച്ചതായി പറയപ്പെടുന്ന മറ്റു സാമ്പത്തിക സഹായങ്ങളും സമ്മാനങ്ങളും പാർലമെന്റിൽ ശരിയായ രീതിയിൽ പ്രഖ്യാപിച്ചിരുന്നു എന്ന കാര്യത്തിലും പരിശോധനയുണ്ട്. ആരോപണങ്ങൾ തള്ളുന്ന ഫരാജും റിഫോം യുകെയും ഇതിനെ രാഷ്ട്രീയമായി ലക്ഷ്യമിട്ടുള്ള നീക്കമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പ് ഫരാജിന്റെ വ്യക്തിപരമായ വിശ്വാസ്യതകൾക്കും റിഫോം യുകെയുടെ രാഷ്ട്രീയ ഭാവിക്കും നിർണായകമായ പരീക്ഷണമാകുമെന്നാണ് വിലയിരുത്തൽ. വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടാൽ നിലവിലുള്ള അന്വേഷണങ്ങളും പാർലമെന്ററി പരിശോധനകളും അവസാനിക്കില്ല. അതിനാൽ ക്ലാക്ടണിലെ ജനവിധി ഒരു സീറ്റിനായുള്ള മത്സരം മാത്രമല്ല, ഫരാജിന്റെ നേതൃത്വത്തിന് ലഭിക്കുന്ന പൊതു പിന്തുണയുടെ സൂചനയായും കണക്കാക്കപ്പെടും. യുകെയിലെ പ്രാദേശിക കൗൺസിലുകൾ സമർപ്പിക്കുന്ന വിസ അപേക്ഷകൾ മുതൽ ഭവന നിർമ്മാണ പ്ലാനിംഗ് അനുമതികൾ വരെയുള്ള ഫയലുകൾ പരിശോധിക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനങ്ങൾ വരുന്നു എന്ന വാർത്ത വലിയ ചർച്ചയായിരിക്കുകയാണ്. വൻതോതിലുള്ള പ്ലാനിംഗ് അപേക്ഷകളുടെ കെട്ടിക്കിടപ്പും ഭവന പ്രതിസന്ധിയും പരിഹരിക്കാൻ ലക്ഷ്യമിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഔദ്യോഗികമായി പുറത്തിറക്കിയ എക്സ്ട്രാക്ട് എന്ന AI ടൂൾ യുകെയിലെ ഭരണ സംവിധാനങ്ങൾ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്നു. ബ്രിട്ടനിലെ ഡിജിറ്റൽ പ്ലാനിംഗ് പ്രോഗ്രാം ഡിപ്പാർട്ട്മെന്റൽ ഫോർ സയൻസ്, ഇന്നൊവേഷൻ ആൻഡ് ടെക്നോളജിയുടെ ഇൻക്യുബേറ്റർ ഫോർ AI വിഭാഗം സംയുക്തമായി വികസിപ്പിച്ചെടുത്ത സംവിധാനമാണ് എക്സ്ട്രാക്ട്. ഇംഗ്ലണ്ടിലെ എല്ലാ പ്രാദേശിക കൗൺസിലുകളും ഈ AI അധിഷ്ഠിത ടൂൾ ഇപ്പോൾ സൗജന്യമായി ലഭ്യമാക്കിയിട്ടുണ്ട്. ഈ സാങ്കേതിക വിദ്യ പ്രവർത്തിക്കുന്നതോടെ കിലോമീറ്ററുകളോളം നീളുന്ന ഫയലുകൾ സെക്കൻഡുകൾക്കുള്ളിൽ ഡിജിറ്റലാകുന്നു. മുൻകാലങ്ങളിൽ പ്ലാനിംഗ് ഉദ്യോഗസ്ഥർക്കും ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം ഓഫീസർമാർക്കും ഒരു പഴയ മാപ്പോ ഫയലോ പരിശോധിച്ച് ഡാറ്റ ഡിജിറ്റൽ രൂപത്തിലാക്കാൻ 1 മുതൽ 2 മണിക്കൂർ വരെ സമയം വേണ്ടിയിരുന്നു. എന്നാൽ എക്സ്ട്രാക്ട് AI ടൂളിന് കേവലം 2 മിനിറ്റിനുള്ളിൽ ഈ പ്രക്രിയ പൂർത്തിയാക്കാൻ കഴിയും. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കൗൺസിൽ രേഖകൾ, മങ്ങിയ സ്കാൻ ചെയ്ത PDF-കൾ, അതിരുകൾ അടയാളപ്പെടുത്തിയ മാപ്പുകൾ, അവയ്ക്ക് മുകളിലെ കൈയെഴുത്തു കുറിപ്പുകൾ എന്നിവയെല്ലാം കൃത്യമായി വായിച്ചെടുക്കാൻ ഗൂഗിൾ DeepMind, ജെമിനി ഉൾപ്പെടെയുള്ള അത്യാധുനിക ലാംഗ്വേജ് മോഡലുകളും കമ്പ്യൂട്ടർ വിഷൻ സാങ്കേതിക വിദ്യയും എക്സ്ട്രാക്ട് ഉപയോഗിക്കുന്നു. യുകെയിൽ നിലവിലുള്ള കടുത്ത ഭവന പ്രതിസന്ധി മറികടക്കാൻ 5 വർഷത്തിനുള്ളിൽ 1.5 മില്യൺ പുതിയ വീടുകൾ നിർമ്മിക്കുമെന്നാണ് പുതിയ ഗവൺമെന്റിന്റെ പ്രഖ്യാപനം. ഇതിന്റെ പ്രധാന തടസ്സം കൗൺസിലുകൾ പ്ലാനിംഗ് പെർമിറ്റുകൾ മാസങ്ങളോളം വൈകുന്നതാണ്. എക്സ്ട്രാക്ട് AI വഴി പ്രതിവർഷം കൗൺസിൽ ജീവനക്കാരുടെ 2,50,000 മണിക്കൂറിലധികം വരുന്ന മാനുവൽ ജോലി ഒഴിവാക്കാൻ സാധിക്കും. ഇത് പ്ലാനിംഗ് ഓഫീസർമാരുടെ അഡ്മിനിസ്ട്രേറ്റീവ് ജോലിഭാരം കുറയ്ക്കുകയും കൂടുതൽ സങ്കീർണമായ ഭവന നിർമ്മാണ പദ്ധതികൾ വേഗത്തിൽ തീരുമാനമെടുക്കാൻ അവരെ സഹായിക്കുകയും ചെയ്യും. AI വരുന്നതോടെ നിങ്ങളുടെ അപേക്ഷകൾ കമ്പ്യൂട്ടർ തള്ളുകയോ കൊള്ളുകയോ ചെയ്യുമെന്ന് ഭീതി പൂർണ്ണമായും തെറ്റാണ്. അപേക്ഷകൾ തരംതിരിക്കുവാനും പ്രധാന വിവരങ്ങൾ സംഗ്രഹിക്കുവാനും പ്രാദേശിക വികസന നയങ്ങൾ മുൻനിർത്തിയുള്ള പ്രാഥമിക വിലയിരുത്തൽ തയ്യാറാക്കുവാനും
മാത്രമേ AI ഉപയോഗിക്കുന്നുള്ളൂ. എല്ലാ ഫയലുകളും അന്തിമ തീരുമാനമെടുക്കാനുള്ള പൂർണ്ണ അധികാരം ബന്ധപ്പെട്ട ഹ്യൂമൻ പ്ലാനിംഗ് ഓഫീസർമാർക്കും മാത്രമായിരിക്കും. UK-യിലെ പ്രവാസി മലയാളികൾ പലരും തങ്ങളുടെ വീടുകൾക്ക് എക്സ്റ്റൻഷൻ നിർമ്മിക്കാനോ ലോഫ്റ്റ് കൺവെർഷനുകൾക്കോ ഗാർഡൻ ഓഫീസുകൾക്കോ വേണ്ടി കൗൺസിലുകളിൽ അപേക്ഷ നൽകാറുണ്ട്. ഇത്തരം സാധാരണ ഹൗസ് ഹോൾഡ് അപേക്ഷകൾ ആകെ പ്ലാനിംഗ് ഫയലുകളുടെ 70% പുതിയ AI പരിഷ്കാരത്തിലൂടെ ഈ ചെറിയ അപേക്ഷകളിലെ അനാവശ്യ കാലതാമസം പകുതിയായി കുറയ്ക്കാനാകും എന്നാണ് ഗവൺമെന്റ് വ്യക്തമാക്കുന്നത്. ബാർനെറ്റ്, കാംഡൻ, ഡോർസെറ്റ് തുടങ്ങിയ കൗൺസിലുകൾ ഇതിന്റെ പ്രാരംഭ പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഡിജിറ്റൽ ഇംഗ്ലണ്ടിന്റെ ഭാഗമായി UK-യിൽ മുഴുവൻ കൗൺസിൽ സേവനങ്ങളും കൂടുതൽ സുതാര്യമാക്കി മാറ്റാൻ ഈ സാങ്കേതികവിദ്യ സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. UK-യിലെ ഈ വർഷത്തെ മൂന്നാമത്തെ ഹീറ്റ് വേവ് അടുത്തയാഴ്ചയും തുടരുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ. വെള്ളിയാഴ്ച രാജ്യത്തിലെ ചില ഭാഗങ്ങളിൽ താപനില 35 ഡിഗ്രി സെൽഷ്യസിലെത്താൻ സാധ്യതയുണ്ട്. വ്യാഴാഴ്ച സറിയിലെ വിസ്ലയിൽ 35.5 ഡിഗ്രി രേഖപ്പെടുത്തി. ഇതോടെ 2026-ൽ 34 ഡിഗ്രിയോ അതിലധികമോ താപനില രേഖപ്പെടുത്തിയ ദിവസങ്ങളുടെ എണ്ണം 8ആയി ഉയർന്നു. 1976-ലും 2020-ലും രേഖപ്പെടുത്തിയിരുന്ന 7 ദിവസങ്ങളുടെ മുൻ റെക്കോർഡുകളാണ് ഇതോടെ മറികടന്നത്. തെക്കൻ ഇംഗ്ലണ്ടിലെ ഹീത്രോ, ബെർക്ക്ഷയർ, സറി, ഐൽ ഓഫ് വൈറ്റ്, നോർത്ത് ഹോൾഡ് എന്നിവിടങ്ങളിൽ രാത്രിയിലും താപനില 20 ഡിഗ്രിക്ക് മുകളിൽ തുടരുന്ന ട്രോപ്പിക്കൽ നൈറ്റ് അനുഭവപ്പെട്ടു. ബെർക്ക്ഷയർ, വിൽഷയർ, ഹാംഷയർ, ഓക്സ്ഫോർഡ്ഷയർ, കിഴക്കൻ വെയിൽസ് എന്നിവിടങ്ങളിൽ 34 മുതൽ 35 ഡിഗ്രി വരെ ചൂടുയരുമെന്നാണ് മുന്നറിയിപ്പ്. വടക്കുകിഴക്കൻ കാറ്റ് വീശുന്നതോടെ ചില കിഴക്കൻ പ്രദേശങ്ങളിൽ നേരിയ ആശ്വാസം ലഭിച്ചേക്കുമെങ്കിലും തെക്കൻ മേഖലകളിൽ ചൂട് തുടരും. ഇംഗ്ലണ്ടിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഞായറാഴ്ച രാത്രി 9 മണി വരെ UK ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസിയുടെ ആംബർ യെല്ലോ ഹീറ്റ് ഹെൽത്ത് അലർട്ടുകൾ നിലവിലുണ്ട്. 65 വയസ്സിന് മുകളിലുള്ളവർ, ചെറിയ കുട്ടികൾ, ആരോഗ്യ പ്രശ്നമുള്ളവർ എന്നിവർ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകി. ചൂടിനൊപ്പം പൂമ്പൊടിയുടെ അളവും ഉയരുന്നതിനാൽ ഹേ ഫീവർ, അലർജി ഉള്ളവർ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് മുന്നറിയിപ്പിൽ വ്യക്തമാക്കി. ഉഷ്ണതരംഗത്തിന്റെ തീഷ്ണതയിൽ ബ്രിട്ടൻ വെന്തുരുകുമ്പോൾ ചൂടിൽ നിന്നും രക്ഷപ്പെടാൻ തത്രപ്പെടുന്നവർക്കായി കൗൺസിലുകൾ കൂൾ സ്പേസ് ഒരുക്കിയിരിക്കുകയാണ്. ബാത്ത് ആൻഡ് സോമർസെറ്റ്, ബിർമിംഗ്ഹാം, ബ്രിസ്റ്റോൾ, ലീഡ്സ്, ലണ്ടൻ, മാഞ്ചസ്റ്റർ, റോച്ച്ഡൈൽ തുടങ്ങിയ നഗരങ്ങളിലാണ് ഇപ്പോൾ ഇവ ഒരുക്കിയിരിക്കുന്നത്. സൂര്യപ്രകാശത്തിന്റെ കാഠിന്യത്തിൽ നിന്നും അകന്നുമാറി തെല്ലൊന്ന് വിശ്രമിക്കാൻ സൗജന്യ കുടിവെള്ളവും അഭയവും നൽകുന്ന കെട്ടിടങ്ങളാണ് കൂൾ സ്പേസ് എന്നറിയപ്പെടുന്നത്. എല്ലാ കൂൾ സ്റ്റേഷനുകളും എയർ കണ്ടീഷനിങ് ചെയ്തവയല്ല, അതുപോലെ വൈദ്യസഹായവും അവ നൽകുന്നില്ല. എന്നിരുന്നാലും കടുത്ത ചൂടിൽ നിന്നും അല്പനേരത്തേക്ക് രക്ഷ നേടാനും ശരീരത്തിലെ ജലാംശം വീണ്ടെടുക്കുവാനും അവ സഹായിക്കുന്നു. ബാത്ത് ആൻഡ് സോമർസെറ്റിൽ ബാത്ത് സ്പോർട്സ് ആൻഡ് ലിഷർ സെന്റർ, ബാത്ത് സെൻട്രൽ ലൈബ്രറി എന്നിവിടങ്ങളിലാണ് പ്രധാനമായും കൂൾ സ്പേസ് ഒരുക്കിയിട്ടുള്ളത്. അതേസമയം ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ നിയന്ത്രണത്തിൽ ബിർമിംഗ്ഹാമിലുള്ള എല്ലാ പള്ളികളിലും കൂൾ സ്പേസ് ആക്കിയിട്ടുണ്ട്. അതിനോടൊപ്പം ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം സന്നദ്ധ പ്രവർത്തകർ സമ്മർഫീൽഡ് പാർക്കിൽ കുടിവെള്ള വിതരണം നടത്തുന്നുണ്ട്. ബ്രിസ്റ്റോൾ സിറ്റി കൗൺസിലാണെങ്കിൽ കീപ് ബ്രിസ്റ്റോൾ കൂൾ എന്ന മാപ്പിംഗ് ടൂൾ ഇറക്കിയിരിക്കുകയാണ്. ഏറ്റവും അധികം ചൂട് അനുഭവപ്പെടുന്നത് എവിടെയാണെന്ന് കണ്ടെത്താൻ ഇത് സഹായകമാകും. അതോടൊപ്പം നഗരത്തിലെ ലൈബ്രറികൾ, കമ്മ്യൂണിറ്റി സെന്ററുകൾ, മതസ്ഥാപനങ്ങൾ എന്നിവയെല്ലാം കൂൾ സ്പേസുകൾ ആക്കിയിട്ടുണ്ട്. ലണ്ടനിലാണെങ്കിൽ എയർ കണ്ടീഷനിങ്, ശൗചാലയങ്ങൾ, കുടിവെള്ളം തുടങ്ങിയ സൗകര്യങ്ങൾ കൂൾ സ്പേസ് കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു ഇന്ററാക്റ്റീവ് മാപ്പ് ഇറക്കിയിട്ടുണ്ട്. മേയർ സാദിഖ് ഖാന്റെ ഹീറ്റ് റെഡി ലണ്ടൻ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത്. മാഞ്ചസ്റ്ററിൽ 22 ലൈബ്രറികൾ കൂൾ സ്പേസുകളായി പ്രവർത്തിക്കുമെന്നും കൗൺസിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. റോച്ച്ഡെയിൽ ബറോ കൗൺസിലും 12 കൂൾ സ്പേസ് പട്ടിക പുറത്തുവിട്ടു. പൊതുജനങ്ങൾക്ക് ഇവ സൗജന്യമായി ഉപയോഗിക്കാമെന്നും കൗൺസിൽ വ്യക്തമാക്കി. ഇടവേളയ്ക്കു ശേഷം US-ഇറാൻ സംഘർഷം പുനരാരംഭിച്ചതോടെ ഭീഷണിയും തിരിച്ചടിയുമായി US-ഉം ഇറാനും. തന്നെ വധിക്കാൻ നോക്കിയാൽ ഇറാനിലേക്ക് 1000 മിസൈലുകൾ പായുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വക ഭീഷണി. തനിക്കെതിരെ വധശ്രമത്തിന് ഇറാൻ മുതിർന്നാൽ രാജ്യം കടുത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും ട്രംപിന്റെ കനത്ത മുന്നറിയിപ്പ്. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾക്കിടെ ട്രംപിനെ വധിക്കാൻ പരസ്യമായി ആഹ്വാനങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ രൂക്ഷ പ്രതികരണമെത്തിയത്. ഇറാന്റെ ഭാഗത്തുനിന്നും വധശ്രമമുണ്ടായാൽ പ്രയോഗിക്കാനായി 1000 മിസൈലുകൾ ലോഡ് ചെയ്തു കഴിഞ്ഞുവെന്നും ആവശ്യമെങ്കിൽ പ്രയോഗിക്കാൻ ആയിരക്കണക്കിന് മിസൈലുകൾ വേറെയും തയ്യാറുണ്ട് എന്നും ട്രംപ് തുറന്നടിച്ചു. തന്റെ ഔദ്യോഗികമായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയാണ് ട്രംപ് ഇറാന് ശക്തമായ ഭാഷയിൽ മുന്നറിയിപ്പ് നൽകിയത്. ഇറാന്റെ വധഭീഷണിയുള്ളവരുടെ പട്ടികയിൽ താൻ വളരെ കാലമായി 1ാം സ്ഥാനത്തുണ്ട് എന്നും എന്നാൽ നിലവിൽ ഉടനടി വധശ്രമം ഉണ്ടാകാമെന്ന തരത്തിലുള്ള രഹസ്യാന്വേഷണ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇറാനെ ഒരു കാരണവശാലും ആണവായുധം നിർമ്മിക്കാൻ അനുവദിക്കില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. അതിനിടെ ഇറാനെതിരെയുള്ള ഉപരോധം കടുപ്പിക്കുകയാണ് അമേരിക്ക. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മൊജ്തബ ഖമേനിയുടെ ഫണ്ട് മാനേജർക്കും നിരവധി എക്സ്ചേഞ്ച് കമ്പനികൾക്കും US വിലക്ക് ഏർപ്പെടുത്തി.
പശ്ചിമേഷ്യയിൽ സംഘർഷ സാഹചര്യം നിലനിൽക്കെ ഇറാനുമേൽ പുതിയ ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. ഇറാന്റെ പരമോന്നത നേതാവ് മുസ്തഫ ഖമേനിയുടെ പ്രധാന സാമ്പത്തിക സ്രോതസ്സായ അലി അൻസാരിയെയും മറ്റു 13 വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ട് അമേരിക്ക സാമ്പത്തിക വിലക്ക് ഏർപ്പെടുത്തി. ഇറാൻ ഭരണ നേതൃത്വത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് US ട്രഷറി ഡിപ്പാർട്ട്മെന്റ് പുതിയ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചത്. ഇറാൻ-US സംഘർഷം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും രൂക്ഷമാകുന്നതിനിടയിൽ അമേരിക്കയുടെ പുതിയ നീക്കം. IRGCക്ക് സാമ്പത്തിക സഹായം നൽകി എന്നാണ് ദുബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വ്യവസായി അലി അൻസാരിക്കെതിരായ ആരോപണം. നേരത്തെ ബ്രിട്ടനും അൻസാരിക്കെതിരെ സമാനമായ രീതിയിൽ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. പൊതുപണം ദുരുപയോഗം ചെയ്ത അൻസാരി വിദേശ രാജ്യങ്ങൾ വൻതോതിൽ റിയൽ എസ്റ്റേറ്റ് വാണിജ്യ നിക്ഷേപങ്ങൾ നടത്തിയെന്നാണ് US-ന്റെ വാദം. US ഉപരോധം മറികടന്നാൽ ഇറാനിയൻ ബാങ്കുകൾക്കായി കോടിക്കണക്കിന് ഡോളറിന്റെ വിദേശ നാണയ ഇടപാടുകൾ നടത്തുന്ന ഇറാന്റെ 3 മണി എക്സ്ചേഞ്ച് ഹൗസുകളുടെയും അമേരിക്ക ലക്ഷ്യമിട്ടു. ഹോങ്കോങ്, UAE എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വിദേശ ഷെൽ കമ്പനികളെയും US ട്രഷറി വിഭാഗം കരിമ്പട്ടികയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇറാൻ ഭരണകൂടത്തിന്റെ സാമ്പത്തിക അടിത്തറ തകർക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടോമി പിഗോട്ട് വ്യക്തമാക്കി. അതേസമയം ഇറാനുമായി വെടിനിർത്തൽ കരാർ അവസാനിച്ചതായും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. എങ്കിലും ഇറാനുമായി ചർച്ചകൾ തുടരാൻ തയ്യാറാണെന്നും ട്രംപ് അറിയിച്ചു. കഴിഞ്ഞ ദിവസത്തെ സംഘർഷ സാഹചര്യത്തിൽ അയവ് വന്നുവെങ്കിലും അടുത്ത കാലത്ത് ഇരു രാജ്യങ്ങളും ഒരു സമാധാന കരാറിലെത്താൻ സാധ്യതയില്ല എന്നാണ് പുതിയ സംഭവ വികാസങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. OpenAIക്കെതിരെ ആപ്പിൾ രംഗത്ത്. ആപ്പിളിന്റെ രഹസ്യ OpenAI മോഷ്ടിച്ചു എന്നാണ് പരാതി. ആപ്പിൾ വിട്ട് OpenAIയിൽ ചേർന്ന 2 ജീവനക്കാർ രഹസ്യ വിവരങ്ങൾ ചോർത്തിയെന്നാണ് പരാതിയിൽ വ്യക്തമാക്കുന്നത്. കാലിഫോർണിയയിലെ ആപ്പിൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. മുൻ ആപ്പിൾ സീനിയർ സിസ്റ്റം ഇലക്ട്രിക് എഞ്ചിനീയർ ചാങ് ലിയും വൈസ് പ്രസിഡന്റ് ഓഫ് പ്രൊഡക്ഷൻ ഡിസൈനർ ഡാങ് യൂടാൻ എന്നിവരാണ് ആപ്പിൾ പ്രസ്ഥാനത്ത് നിർത്തുന്നത്. മുൻ ആപ്പിൾ സീനിയർ സിസ്റ്റം ഇലക്ട്രിക് എഞ്ചിനീയർ ചാങ് ലിയു, വൈസ് പ്രസിഡന്റ് ഓഫ് പ്രൊഡക്ഷൻ ഡിസൈനർ ടാങ് യൂടാൻ എന്നിവരെയാണ് ആപ്പിൾ പ്രസ്ഥാനത്ത് നിർത്തുന്നത്. കമ്പനികൾ വിട്ടപ്പോൾ ചാങ് ലിയു ലാപ്ടോപ്പ് മടക്കി നൽകിയില്ല എന്നും കമ്പനിയുടെ ഹാർഡ്വെയർ ഡിസൈൻ രഹസ്യങ്ങൾ ഇത് വെച്ച് ചോർത്തിയെന്നും ആപ്പിൾ വിട്ട 400ഓളം ജീവനക്കാർ ഇപ്പോൾ OpenAIയിലുണ്ട് എന്നിങ്ങനെയാണ് ആരോപണങ്ങൾ. OpenAI സ്വന്തം ഗാഡ്ജറ്റ് വികസിപ്പിക്കുന്നതിനിടെയാണ് കേസ്. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 128.10 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.17 യൂറോ. ഒരു US ഡോളർ 95.53 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 108.81 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.34 US ഡോളർ. ഒരു കനേഡിയൻ ഡോളർ 67.34 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. അയോധ്യ ക്ഷേത്രക്കൊള്ളയിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ മൗനം ചർച്ചയാകുന്നു. കോൺഗ്രസിലും ഇന്ത്യ സഖ്യത്തിലും രാഹുൽ ഗാന്ധിക്കെതിരായ ചോദ്യങ്ങൾ ഉയർന്നു വന്നു. വിഷയത്തിൽ രാഹുൽ ഗാന്ധി ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. എക്സിലൂടെയോ നേരിട്ടോ രാഹുൽ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എന്നാണ് നിലവിലെ റിപ്പോർട്ട്. വിദേശ പര്യടനത്തിലുള്ള രാഹുൽ മറ്റു വിഷയത്തിൽ നിലപാട് പറയുന്നുണ്ട് എന്നതും ശ്രദ്ധേയം. അഖിലേഷ് യാദവ് അടക്കം പ്രതിപക്ഷ നേതാക്കൾ വിവാദം സജീവമാക്കുമ്പോഴാണ് രാഹുലിന്റെ മൗനം. അതേസമയം വിദേശത്തുള്ള രാഹുൽ ഗാന്ധി ഈ മാസം 12-ന് ഇന്ത്യയിൽ തിരിച്ചെത്തും. അയോധ്യ വിഷയത്തിൽ പാർലമെന്റിൽ പ്രതിപക്ഷ പാർട്ടികൾ വിമർശനം കർശനമാക്കണമെന്ന് ഇന്ത്യ സഖ്യത്തിൽ ആവശ്യമുയർന്നിട്ടുണ്ടെന്നും പ്രതികരിക്കാതെയുള്ള രാഹുലിന്റെ നിലപാടാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. അതേസമയം അയോധ്യ ക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ SIT റിപ്പോർട്ട് തിങ്കളാഴ്ച സർക്കാർ നൽകിയേക്കും. ട്രസ്റ്റിന്റെ കണക്കുകൾ SIT പരിശോധിച്ചു. ED അന്വേഷണം വേണോ എന്ന റിപ്പോർട്ടിന് ശേഷമായിരിക്കും തീരുമാനം. ചമ്പട്ട് റായിക്കെതിരെ കേസെടുത്തതിലും റിപ്പോർട്ട് നിർണായകമായും. പ്രാഥമിക റിപ്പോർട്ടിൽ ചമ്പട്ട് റായിയെ ഒഴിവാക്കിയിരുന്നു. ഇതിനെതിരെ പ്രതിപക്ഷം വിമർശനം ശക്തമാക്കുകയും ചെയ്തിരുന്നു. അയോധ്യ രാമക്ഷേത്രത്തിലെ പകുതിയോളം വഴിപാടനൽ ജീവനക്കാർ രാജിവെച്ചു. സംഭാവന കൊള്ള വിവാദമായതിന് പിന്നാലെ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് വഴിപാടനൽ സ്ഥലത്ത് കനത്ത സുരക്ഷയും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിരുന്നു. ഇതോടെയാണ് നീണ്ട സമയത്തെ ജോലിയും വേതനക്കുറവും ചൂണ്ടിക്കാട്ടി 20ഓളം ജീവനക്കാർ കരാർ ഏജൻസിക്ക് രാജി നൽകിയത്. നേരത്തെ 40ഓളം ജീവനക്കാർ ഹാജരായ സ്ഥാനത്തിപ്പോൾ 15 മുതൽ 20 പേരാണ് വരുന്നതെന്നും ട്രസ്റ്റ് അംഗങ്ങൾ തന്നെ പറയുന്നു. പുതിയ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി രാജിവെച്ചവർക്ക് പകരം ജീവനക്കാരെ നിയമിക്കാനാണ് ട്രസ്റ്റിന്റെ തീരുമാനം. പുതുക്കിയ മാനദണ്ഡം അനുസരിച്ച് പണം കൈകാര്യം ചെയ്യാനായി പ്രത്യേകം ജീവനക്കാർക്ക് ചുമതല നൽകും. നേരത്തെ ഹൗസ് കീപ്പിംഗ് ജോലികൾക്ക് നിയമിച്ചവരെയും പണമെണ്ണാൻ ഏൽപ്പിച്ചിരുന്നു. ക്ഷേത്ര ഭരണകാര്യങ്ങളുടെ മേൽനോട്ടത്തിനായി CEO നിയമിക്കും. നിയമപരമായ ചുമതലകൾ ട്രസ്റ്റിന് നൽകും. അതിനിടെ സാമ്പത്തിക തട്ടിപ്പിന്റെ വ്യാപ്തി വർദ്ധിക്കുന്ന സൂചനയാണ് 3 പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തതിന് പോലീസ് ലഭിച്ചത്. അനുകൽപ് മിശ്ര, ലവകുശ് മിശ്ര, കരുണേഷ് പാണ്ഡെ എന്നിവരെയാണ് കോടതി 1 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടിരുന്നത്. ഇവരെ വീടുകളിലും ബന്ധുവീടുകളിലും എത്തിച്ച് പോലീസ് ചോദ്യം ചെയ്തതിൽ നിന്നും ഓഹരി വിപണിയിലടക്കം പണം നിഷേധിച്ചതിന്റെ രേഖകൾ കണ്ടെത്തി. നേരത്തെ പോലീസ് ചോദ്യം ചെയ്ത അവിനാഷ് ശുക്ലയ്ക്കൊപ്പം ചേർന്ന് അനുകൽപ് മിശ്രയാണ് പണം ഓഹരി വിപണിയിൽ നിക്ഷേപിച്ചത്. സംഭാവന കൊള്ളയിൽ ഏറ്റവും നേട്ടമുണ്ടാക്കിയത് അനുകൽപ് മിശ്രയാണെന്നും പോലീസ് വ്യക്തമാക്കി. അനുകൽപ്, ലവകുശ്, കരുണേഷ് എന്നിവരുമായി ബന്ധപ്പെട്ട 30 ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് മരവിപ്പിച്ചു.
കരൂർ ദുരന്തത്തിൽ മരണമടഞ്ഞവരുടെ കുടുംബത്തിൽപ്പെട്ട 31 പേരെ സർക്കാർ ജോലിയിൽ നിയമിച്ചുള്ള ഉത്തരവ് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് വെള്ളിയാഴ്ച കൈമാറി. നിയമനത്തിന് അനുമതി നൽകിയ മദ്രാസ് ഹൈക്കോടതി ജോലി താൽക്കാലികമായിരിക്കുമെന്നും നിയമനം കോടതിയുടെ പരിശോധനയ്ക്ക് വിധേയമായിരിക്കുമെന്നും വ്യക്തമാക്കി. ദുരന്തം നടന്ന് 9 മാസത്തിനു ശേഷം ആദ്യമായി കരൂർ സന്ദർശിച്ചപ്പോഴാണ് വിജയ് ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് നിയമന ഉത്തരവ് നൽകിയത്. അറ്റ്ലസ് അരീനയിൽ നടന്ന പൊതുസമ്മേളനത്തിനു ശേഷം കരൂർ കളക്ടറേറ്റിൽ നടന്ന ഔദ്യോഗിക ചടങ്ങിലാണ് 31 പേർ ഉത്തരവ് ഏറ്റുവാങ്ങിയത്. കരൂരിലെ വേലുസ്വാമിപുരത്ത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 27 TVK പൊതുയോഗത്തിൽ വിജയ് പ്രസംഗിക്കുന്നതിനിടെയുണ്ടായ തിക്കിലും തിരക്കിലും 41 പേരാണ് മരിച്ചത്. ഇവരുടെ കുടുംബത്തിൽ ഒരാൾക്ക് വീതം ജോലി നൽകാനായിരുന്നു മന്ത്രിസഭാ തീരുമാനം. 36 കുടുംബങ്ങളിൽ നിന്നുമുള്ളവരാണ് മരണമടഞ്ഞത്. സർക്കാർ ജോലിയുള്ളവരെയും അവകാശ തർക്കമുള്ളവരെയും ഒഴിവാക്കി 32 പേരാണ് തിരഞ്ഞെടുത്തത്. അതിൽ 31 പേരാണ് വെള്ളിയാഴ്ച ചടങ്ങിനെത്തത്. 41 പേരുടെയും ബന്ധുക്കൾക്ക് നേരത്തെ TVK 20 ലക്ഷം രൂപ വീതം നൽകിയിരുന്നു. രാഷ്ട്രീയ പൊതുയോഗത്തിനിടെ മരണമടഞ്ഞവർക്ക് സർക്കാർ ജോലി നൽകുന്നതിന് ചോദ്യം ചെയ്തുള്ള 2 ഹർജികൾ പരിഗണിച്ചാണ് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് വെള്ളിയാഴ്ച ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റ വിഷയത്തിൽ CPM-ൽ ഭിന്നതയില്ല എന്ന് TP രാമകൃഷ്ണൻ. MSCക്ക് കരാർ നൽകുന്നതിലല്ല പ്രശ്നമെന്നും സർക്കാരിന്റെ അറിവും അനുമതിയും വേണമായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. വിഴിഞ്ഞത്തിനെതിരെയല്ല, വ്യവസ്ഥകളാണ് പ്രശ്നം. CPM നിലപാടാണ് താൻ പറയുന്നത്. യോഗത്തിൽ എല്ലാവരും ചേർന്നെടുത്ത തീരുമാനമാണ് യാഥാർത്ഥ്യം ജനങ്ങളെ അറിയിക്കുക എന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തെ അനുകൂലിച്ച് സംസാരിച്ച EP-യുടെ പ്രതികരണം താൻ കണ്ടിട്ടില്ല എന്നായിരുന്നു TP രാമകൃഷ്ണന്റെ മറുപടി. അതേസമയം വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ CPM-ന്റെ ഭിന്നാഭിപ്രായത്തിൽ പിണറായി വിജയൻ കടുത്ത അതൃപ്തിയിലെന്നാണ് റിപ്പോർട്ട്. പിണറായിയുടെ അതൃപ്തിയിലും EP ജയരാജനും KK ശൈലജയും PK ശ്രീമതിയും നിലപാടിൽ മാറ്റമില്ലാതെ തുടരുകയാണ്. അതിനിടയിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിന് പിന്തുണ ആവർത്തിച്ച് MV ഗോവിന്ദൻ രംഗത്തെത്തി. അതേസമയം കേരളത്തിലെ അടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ വിലയിരുത്താനുള്ള CPM കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് നടക്കും. ഇന്നു മുതൽ 3 ദിവസമാണ് ദില്ലിയിൽ യോഗം ചേരുന്നത്. നേതൃമാറ്റം ചർച്ചയാകില്ല എന്നാണ് നേതൃത്വം നൽകുന്ന സൂചന. EP ജയരാജനെ തള്ളി തോമസ് ഐസക് വിവാദമാക്കേണ്ടതില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ലെന്നും പാർട്ടിയിൽ ഒരു അഭിപ്രായ വ്യത്യാസവുമില്ലെന്നും തോമസ് ഐസക് വ്യക്തമാക്കി. തൂത്തുക്കുടി തുറമുഖത്ത് MSCക്ക് കമ്പനിക്ക് അതായത് സ്വന്തമായി ടെർമിനൽ ഉള്ളത് കരാർ ലംഘനമാണോ എന്നത് സർക്കാർ വ്യക്തമാക്കണം. ദിവ്യ S അയ്യരെ മാറ്റിയതിൽ സർക്കാരിന് മാറ്റാൻ അധികാരമുണ്ട് എന്നും തോമസ് ഐസക് കൂട്ടിച്ചേർത്തു. തൂത്തുക്കുടി തുറമുഖത്ത് MSC കമ്പനിക്ക് സ്വന്തമായി ടെർമിനൽ ഉള്ളത് കരാർ ലംഘനമാണോ എന്നത് സർക്കാർ വ്യക്തമാക്കണം. ദിവ്യ S അയ്യരെ മാറ്റിയതിൽ സർക്കാരിന് മാറ്റാൻ അധികാരമുണ്ട് എന്നും തോമസ് ഐസക് പ്രതികരിച്ചു. എന്നാൽ നേരത്തെ അദാനിയുമായി അഭിപ്രായ വ്യത്യാസമുള്ള ഉദ്യോഗസ്ഥയെ മാറ്റുമ്പോൾ ചോദ്യങ്ങൾ ഉയരുമെന്നും ആ ചോദ്യം പ്രസക്തമാണ് എന്നും തോമസ് ഐസക് ചൂണ്ടിക്കാട്ടി. CPM കേന്ദ്ര കമ്മിറ്റി നേതൃമാറ്റം ചർച്ച ചെയ്യുമോ എന്നതിന് എന്ത് ചോദ്യമാണ് എന്ന മറുചോദ്യമാണ് തോമസ് ഐസക് ഉന്നയിച്ചത്. വിവിധ ഘടകങ്ങൾ തയ്യാറാക്കിയ അവലോകന റിപ്പോർട്ട് ചർച്ച ചെയ്ത് പ്രമേയം പാസാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിഴിഞ്ഞം തുറമുഖത്തിന് കരാറിന് വിരുദ്ധമായി GST കൈവശപ്പെടുത്താൻ ശ്രമിച്ച അദാനി പോർട്ട് നിർമ്മാണ പ്രവർത്തനത്തിന് സർക്കാർ നൽകിയ തുകയിലാണ് GST കൈവശപ്പെടുത്തിയത്. കരാറിന് വിരുദ്ധമായി 85 കോടി രൂപയ്ക്ക് അദാനി പോർട്ട് കൈവശപ്പെടുത്തി. അദാനി പോർട്ടിന്റെ അപേക്ഷയിൽ തുറമുഖ കമ്പനി പണം നൽകി. 2023 അദാനി പോർട്ടിന് GST ഇനത്തിൽ 85 കോടി രൂപ നൽകിയത്. GSTക്ക് നൽകിയ കരാറിന് വിരുദ്ധമായ നടപടി എന്നാണ് CAG പറയുന്നത്. തുറമുഖ കമ്പനിയുടെ ഓഡിറ്റിലാണ് CAGയുടെ കണ്ടെത്തൽ. കരാറിന് വിരുദ്ധമായി കരസ്ഥമാക്കിയ പണം തുറമുഖ കമ്പനി തിരിച്ചുപിടിച്ചു. 85 കോടി രൂപ തിരിച്ചുപിടിച്ചത് ദിവ്യ S അയ്യർ MD ആയിരിക്കെ. GST ആവശ്യവുമായി അദാനി പോർട്ട് സർക്കാരിനെ സമീപിച്ചിരുന്നു. അദാനി പോർട്ടിന്റെ അപേക്ഷ നിരസിച്ചത് 2ാം പിണറായി സർക്കാരാണ്. എംപവേർഡ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയാണ് തീരുമാനം. നിർമ്മാണ പ്രവർത്തനത്തിന് GST വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അദാനി പോർട്ട്. കരാർ വ്യവസ്ഥാ ലംഘനത്തിന് അദാനി പോർട്സിന് വിഴിഞ്ഞം തുറമുഖ കമ്പനി 15 കോടി രൂപ പിഴ ചുമത്തിയിരുന്നു. ദിവ്യ S അയ്യർ MD ആയിരിക്കുകയായിരുന്നു ഈ സംഭവം. 2 വർഷത്തിനിടെയായിരുന്നു അദാനി പോർട്സിന് വിഴിഞ്ഞം തുറമുഖ കമ്പനി 15 കോടി രൂപ പിഴ ചുമത്തിയത്. കരാർ വ്യവസ്ഥാ ലംഘനത്തിന് 8 തവണയായിരുന്നു വിഴിഞ്ഞം കമ്പനി അദാനി പോർട്സിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. ഓരോ വർഷവും കൃത്യമായ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് തുറമുഖ കമ്പനിക്ക് നൽകണം എന്ന് കരാറിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അങ്ങനെ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് അദാനി പോർട്സ് ഇതുവരെയും തുറമുഖ കമ്പനിക്ക് നൽകിയിട്ടില്ല. ഇക്കാര്യത്തിൽ വിശദീകരണം തേടി MD ആയിരുന്ന ദിവ്യ S അയ്യർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയെങ്കിലും മറുപടി നൽകാൻ അദാനി പോർട്സ് തയ്യാറായില്ല. ഇനി സ്പോർട്സ്. ലോകകപ്പിലെ 3ാം ക്വാർട്ടർ പോരാട്ടത്തിൽ കിരീട പ്രതീക്ഷയുമായി എത്തുന്ന ഇംഗ്ലണ്ട് ഇന്ന് ബ്രസീലിനെ അട്ടിമറിച്ചെത്തുന്ന നോർവേയും നേരിടും. മിയാമിയിൽ ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 2:30 മത്സരത്തിന് കിക്ക് ഓഫ് ആവുക. 2018 ശേഷം ആദ്യമായി ലോകകപ്പ് സെമി ഫൈനൽ ടിക്കറ്റ് ഉറപ്പാക്കുക എന്നതാണ് ഹാരി കെയ്നും സംഘത്തിന്റെ മുഖ്യ ലക്ഷ്യം. മത്സരത്തിന് മുന്നോടിയായി നോർവേയുടെ ഗോളടി യന്ത്രം എർലിംഗ് ഹാലൻഡ് നടത്തിയ പ്രതികരണം ഇതിനകം തന്നെ വലിയ ചർച്ചയായിട്ടുണ്ട്. ശക്തരായ ഇംഗ്ലണ്ടിനെതിരെ ഞങ്ങൾ ജയിക്കാൻ നേരിയ സാധ്യത മാത്രമേ ഉള്ളൂ എന്നായിരുന്നു
ഹാലൻഡിന്റെ പ്രതികരണം. എന്നാൽ ടൂർണമെന്റിലെ കറുത്ത കുതിരകളായി കുതിക്കുന്ന നോർവേയുടെ സമ്മർദ്ദം ഒഴിവാക്കാനുള്ള തന്ത്രപരമായ അതിവിനയമാണ് ഇതെന്നാണ് ഫുട്ബോൾ നിരീക്ഷകർ വിലയിരുത്തുന്നത്. 6 പതിറ്റാണ്ടുകളായി കൈവിട്ടു നിൽക്കുന്ന തങ്ങളുടെ 2ാം ലോകകപ്പ് കിരീടത്തിലേക്ക് ഇനി ഇംഗ്ലണ്ടിന്റെ 3 വിജയങ്ങളുടെ ദൂരം മാത്രമാണുള്ളത്. നായകൻ ഹാരി കെയ്നും സൂപ്പർ താരം ജൂഡ് ബെല്ലിംഗ്ഹാം ചേരുന്ന സഖ്യത്തിലാണ് ഇംഗ്ലണ്ടിന്റെ സർവ്വ പ്രതീക്ഷകളും. ടൂർണമെന്റിൽ ഇംഗ്ലണ്ട് ഇതുവരെ നേടിയ 11 ഗോളുകൾ 10ഉം ഈ സഖ്യത്തിന്റെ വകയായിരുന്നു. സഹ ആതിഥേയരായ മെക്സിക്കോയെ കടുത്ത പോരാട്ടത്തിനൊടുവിൽ വീഴ്ത്തിയാണ് ഇംഗ്ലണ്ട് ക്വാർട്ടറിലെത്തിയത്. എന്നാൽ ടീമിന്റെ പ്രതിരോധ നിര കടുത്ത പ്രതിസന്ധിയിലാണ്. കളിച്ച 5 മത്സരങ്ങളിലും 3ലും ഇംഗ്ലണ്ട് ഗോൾ വഴങ്ങുകയായിരുന്നു. പരിക്കിന്റെ ആശങ്കകളും ടീമിനെ അലട്ടുന്നുണ്ട്. നീണ്ട 28 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് നോർവേ ഇത്തവണ ലോകകപ്പ് കളിക്കാനെത്തിയത്. പ്രീ ക്വാർട്ടറിൽ ബ്രസീലിനെ അട്ടിമറിച്ച നോർവേ എതിരാളികളുടെ തന്ത്രങ്ങൾക്കനുസരിച്ച് കളി മാറ്റുന്ന ശൈലിയാണ് പുറത്തെടുത്തത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UK-യിൽ കുടിയേറ്റക്കാർക്ക് സ്ഥിരതാമസ പദവിയായി ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ ലഭിക്കാൻ ആവശ്യമായ കാലാവധി 10 വർഷമാക്കി ഉയർത്താനുള്ള നിർദ്ദേശത്തിൽ എതിർപ്പുമായി ലേബർ എംപിമാർ. 5 വർഷത്തിൽ നിന്നും 10 വർഷമാക്കി ഉയർത്താനുള്ള നിർദ്ദേശം പുനഃപരിശോധിക്കണമെന്ന ആവശ്യവുമായി 80 ലേബർ എംപിമാർ രംഗത്ത്. റിഫോം UK-യുടെ കടുത്ത കുടിയേറ്റ സമീപനം അനുകരിക്കാൻ ലേബർ പാർട്ടി ശ്രമിക്കരുതെന്ന ആവശ്യമുന്നയിച്ച് വിമത എംപിമാർ. ആൻഡി ബെൻഹാം UK-യുടെ തലപ്പത്തെത്തുമ്പോൾ നേരിടുന്ന ആദ്യ പ്രധാന വെല്ലുവിളി കുടിയേറ്റ നയത്തിലെ മാറ്റം. ഫ്രാൻസുമായുള്ള 1 in 1 out അഭയാർത്ഥി കരാർ സംരക്ഷണം വെട്ടിക്കുറച്ച ആഭ്യന്തരമന്ത്രി ഷബാന മഹ്മൂദിന്റെ തീരുമാനം നിയമവിരുദ്ധമെന്ന് ഹൈക്കോടതി. നിയമ നടപടികൾ ആരംഭിച്ചത് ഫ്രാൻസിലേക്ക് തിരിച്ചയക്കാൻ പട്ടികപ്പെടുത്തിയ 5 ചെറുബോട്ട് അഭയാർത്ഥികൾ. ഹർജിക്കാർ എറിത്രിയൻ സ്വദേശികളായ 4 പേരും സുഡാൻ സ്വദേശിയായ ഒരാളും. ചെറുബോട്ടുകൾ UK-യിൽ എത്തുന്നവരിൽ പ്രത്യേകിച്ച് ലിബിയ വഴി യാത്ര ചെയ്തവരിൽ പലരും മനുഷ്യക്കടത്തിന് ഇരയായിരിക്കാം എന്നതിനാൽ വിധിക്ക് വ്യാപക പ്രത്യാഘാതമുണ്ടാകും. സാമ്പത്തിക ക്രമക്കേട് വിവാദത്തെ തുടർന്ന് റിഫോം UK നേതാവ് നൈജൽ ഫരാജ് MP സ്ഥാനം രാജിവെച്ചതോടെ കാഗ്ഡാൻ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നു. പാർലമെന്റൽ സ്ഥാപനങ്ങളല്ല ക്ലാഗ്ഡാൻ വോട്ടർമാരാണ് തന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തേണ്ടതെന്ന നിലപാടുമായി MP സ്ഥാനം ഒഴിഞ്ഞത്. അതേ മണ്ഡലത്തിൽ വീണ്ടും മത്സരിക്കാൻ തീരുമാനിച്ച ഫരാജ്. വിവാദം തികച്ചും രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് ഫരാജും റിഫോം UKയും. തെരഞ്ഞെടുപ്പ് ഓഗസ്റ്റ് 13-ന്. US ഇറാൻ സംഘർഷം പുനരാരംഭിച്ചതോടെ ഭീഷണിയും തിരിച്ചടിയുമായി USഉം ഇറാനും. തന്നെ വധിക്കാൻ നോക്കിയാൽ ഇറാനിലേക്ക് 1000 മിസൈലുകൾ പായുമെന്നും തനിക്കെതിരെ വധശ്രമത്തിന് ഇറാൻ മുതിർന്നാൽ രാജ്യം കടുത്ത പ്രത്യാക്രമണം നേരിടേണ്ടി വരുമെന്നും ട്രംപിന്റെ കടുത്ത മുന്നറിയിപ്പ്. ഇറാന്റെ വധഭീഷണിയുടെ പട്ടികയിൽ താൻ 1ാം സ്ഥാനത്തുണ്ടെന്നും എന്നാൽ ഉടനടി വധശ്രമം ഉണ്ടാകുമെന്ന തരത്തിൽ രഹസ്യാന്വേഷണ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല എന്നും ട്രംപ്. പശ്ചിമേഷ്യയിൽ സംഘർഷ സാഹചര്യം നിലനിൽക്കെ ഇറാനുമേൽ പുതിയ ഉപരോധം ഏർപ്പെടുത്തിയ അമേരിക്കയുടെ സാമ്പത്തിക വിലക്ക് ഇറാന്റെ പരമോന്നത നേതാവ് മുസ്തഫ ഖമേനിയുടെ പ്രധാന സാമ്പത്തിക സ്രോതസ്സായ അലി അൻസാരിന്റെയും മറ്റു 13 വ്യക്തികളെയും അവരുടെ സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ട് US ട്രഷറി ഡിപ്പാർട്ട്മെന്റ് പുതിയ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ച് ഇറാൻ ഭരണ നേതൃത്വത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ ഹോങ്കോങ് UAE എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വിദേശ ഷെൽ കമ്പനികളും US ട്രഷറി വിഭാഗം കരിമ്പട്ടികയിൽപ്പെടുത്തി. അയോധ്യ ക്ഷേത്രക്കൊള്ളയിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ മൗനം ചർച്ചയാകുന്നു. കോൺഗ്രസിലും ഇന്ത്യ സഖ്യത്തിലും രാഹുൽ ഗാന്ധിക്കെതിരായ ചോദ്യശരങ്ങൾ ഉയർത്തിയ നേതാക്കൾ. വിഷയത്തിൽ പ്രതികരിക്കാതെ രാഹുൽ ഗാന്ധി. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ പകുതിയോളം വഴിപാടന ജീവനക്കാർ രാജിവെച്ചു. സംഭാവനക്കൊള്ള വിവാദമായതിന് പിന്നാലെ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് വഴിപാടന സ്ഥലത്ത് കനത്ത സുരക്ഷയും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയ സാഹചര്യത്തിലാണ് ജീവനക്കാരുടെ രാജി. കരൂർ ദുരന്തത്തിൽ മരണമടഞ്ഞവരുടെ കുടുംബത്തിൽപ്പെട്ട 31 പേരെ സർക്കാർ ജോലിയിൽ നിയമിച്ചുള്ള ഉത്തരവ് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് കൈമാറി. നിയമന ഉത്തരവ് ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് മുഖ്യമന്ത്രി വിജയ് നൽകിയത് ദുരന്തം നടന്ന് 9 മാസത്തിനു ശേഷം ആദ്യമായി കരൂർ സന്ദർശിച്ചപ്പോൾ. നിയമനത്തിന് അനുമതി നൽകിയ മദ്രാസ് ഹൈക്കോടതി ജോലി താൽക്കാലികമായിരിക്കുമെന്നും നിയമനം കോടതിയുടെ പരിശോധനയ്ക്ക് വിധേയമായിരിക്കുമെന്നും വ്യക്തമാക്കി. വിഴിഞ്ഞം ഓഹരി കൈമാറ്റ വിഷയത്തിൽ CPM-ൽ ഭിന്നതയില്ലെന്ന് TP രാമകൃഷ്ണൻ. ഓഹരി കൈമാറ്റത്തെ അനുകൂലിച്ച് സംസാരിച്ച EP-യുടെ പ്രതികരണം താൻ കണ്ടിട്ടില്ലെന്നും MSCക്ക് കരാർ നൽകുന്നതിലല്ല പ്രശ്നമെന്നും സർക്കാരിന്റെ അറിവും അനുമതിയും വേണമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. CPM-ലെ ഭിന്നാഭിപ്രായങ്ങൾ കടുത്ത അതൃപ്തിയിൽ പിണറായി വിജയൻ. നിലപാടിൽ മാറ്റമില്ലാതെ EP ജയരാജനും KK ശൈലജയും PK ശ്രീമതിയും. പാർട്ടിയിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല എന്ന സംഭവം വിവാദമാക്കേണ്ടതില്ല എന്നും തോമസ് ഐസക്. ദിവ്യ SIയെ മാറ്റിയതിൽ സർക്കാരിന് ഉദ്യോഗസ്ഥരെ മാറ്റാൻ അധികാരമുണ്ടെന്നും തോമസ് ഐസക്. വിഴിഞ്ഞം തുറമുഖത്ത് കരാർ വിരുദ്ധമായി GST തുക കൈവശപ്പെടുത്താൻ ശ്രമിച്ച അദാനി പോർട്ട്. കരാറിന് വിരുദ്ധമായി അദാനി പോർട്ട് കൈവശപ്പെടുത്തിയത് 85 കോടി രൂപ. കരാർ വ്യവസ്ഥാ ലംഘനത്തിന് 8 തവണ വിഴിഞ്ഞം കമ്പനി അദാനി പോർട്സിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടും മറുപടി നൽകിയില്ല. കരാർ വ്യവസ്ഥാ ലംഘനത്തിന് അദാനി പോർട്സ് വിഴിഞ്ഞം തുറമുഖ കമ്പനി 15 കോടി രൂപ പിഴ ചുമത്തി. കരാറിന് വിരുദ്ധമായി തുറമുഖ കമ്പനി കരസ്ഥമാക്കിയ പണം 85 കോടി രൂപ തിരിച്ചുപിടിച്ച് ദിവ്യ SIR MD ആയിരിക്കെ GST നൽകിയ കരാറിന് വിരുദ്ധമായ നടപടിയെന്ന് CAG. നിർമ്മാണ പ്രവർത്തനത്തിന് GST വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അദാനി പോർട്ട്. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.